ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചെറിയ സംഭവം. ഫാത്തിമ ബീവി മണിയറയിലിരുന്ന് പൊട്ടി കരയുമ്പോൾ ഫാത്തിമ ബീവിയുടെ അരികത്തേക്ക് പോയിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മരുമോൻ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫാത്തിമ, എന്തേ ഫാത്തിമ നീ കരയുന്നത്? തറകാ ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ യതലല്ലദാനി ബി തഅതിർ റഹ്മാനി. ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയി, ഫാത്തിമ, നിന്റെ കരച്ചിൽ എന്തിനാണ് ഫാത്തിമ എന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അല്ലയോ മഹാനവറുകളെ, ഏതൊരു ചെറുപ്പക്കാരന്റെയും അഭിലാഷമാണ്, ആഗ്രഹമാണ് അവന്റെ വിവാഹ ദിവസം ആദ്യ രാത്രി പങ്കിടുക എന്നുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു കാര്യം, നമ്മുടെ മക്കൾ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ രണ്ടുപേരുടെയും ബന്ധത്തിലൂടെ അള്ളാഹു നൽകുന്ന സന്താനങ്ങൾ ലോക ജനതയ്ക്ക് മാതൃകാ മഹതികളാകണം, മാതൃകാ പുരുഷന്മാരാകണം. വഴിതെറ്റിപ്പോയ സന്താന പരമ്പരകളാകരുത്. നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി മാറണം. മഹാനവറുകളെ, ഇന്ന് നമ്മൾ രണ്ടുപേരും ഒരു പന്തലിന്റെ കീഴിലാണ്, ഒരു കുടക്കീഴിലാണ്, ഒരു മണിയറയിലാണ്, ഒരു പുതപ്പിന്റെ കീഴിലാണ്. നാളെ ഈ ഫാത്തിമ ഒറ്റപ്പെട്ട ഒരു കുഴിക്കകത്ത് പോയി കിടക്കേണ്ടി വരും. നാളെ എന്റെ ഭ്രാന്തനായ എന്റെ ഭർത്താവായ അങ്ങും ഒറ്റപ്പെട്ട ഒരു കബറിനകത്ത് പോയി കിടക്കേണ്ടി വരും. മഹാനവറുകളെ, ആ ഒറ്റപ്പെട്ട ജീവിതത്തിലും അള്ളാഹു നമ്മുടെ രണ്ടുപേരുടെയും ആത്മാവിനെ സംഗമിപ്പിക്കുവാൻ, സമ്മേളിപ്പിക്കുവാൻ, സന്തോഷിപ്പിക്കുവാൻ ഈ ആദ്യ രാത്രിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇന്നത്തെ രാത്രി ഒന്ന് മാറ്റിവെച്ചുകൊണ്ട്, ഉറക്കം മാറ്റിവെച്ച്, കുസൃതികൾ മാറ്റിവെച്ച്, രഹസ്യങ്ങൾ പരസ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുന്നിൽ 2 റക്അത്ത് നമസ്കരിക്കാൻ നിങ്ങൾ അനുവാദം തരുമോ ഇല്ലയോ എന്ന ശങ്ക എനിക്ക് വന്നുപോയി. അതാണ് ഞാൻ കരഞ്ഞു പോയത് മഹാനവറുകളെ. അത്രയുള്ളോ, പ്രശ്നമില്ല, ഒഴിവാക്കാം. തറകാ ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ യതലല്ലദാനി ബി തഅതിർ റഹ്മാനി. രണ്ടുപേരും വിരിപ്പങ്ങൊഴിവാക്കി. വഖാമാ, അവർ രണ്ടുപേരും നിലകൊണ്ടു. ഫിദ്ദുജാ, നേരം വെളുക്കുവോളം അവർ നിന്നു. യതലല്ലദാനി, അവർ രണ്ടുപേരുടെയും ആനന്ദം, രണ്ടുപേരുടെയും കുസൃതി, രണ്ടുപേരുടെയും സന്തോഷം. ബിതഅതിർ റഹ്മാനി, കാരുണ്യവാനും പരമകാരുണികനുമായ തമ്പുരാനെ സ്തുതിക്കലിലൂടെയും പ്രകീർത്തിക്കലിലൂടെയും സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കലിലൂടെയുമായിരുന്നു ആദ്യ രാത്രി അവരുടെ രണ്ടുപേരുടെയും സന്തോഷം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവരുടെ രണ്ടുപേരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇറാഖിന്റെ മണ്ണിൽ വെള്ളം കിട്ടാതെ കണ്ട് യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഓരത്ത് കിടന്ന് പിടഞ്ഞു ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടുവെങ്കിൽ, സഹോദര, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വേർപാടിൽ ദുഃഖിച്ച ലോകമേ, മുഹറമിൽ നിങ്ങൾ ആ ഒരു സ്മരണ അയവിറക്കുമെങ്കിൽ ഏറ്റവും നല്ല ശുദ്ധജല തടാകത്തിന്റെ ഓരത്ത് കിടന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് ബഹുമാനപ്പെട്ട മഹാനായ ഷഹീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സ്മരിക്കാത്ത ഒരു മുസ്ലിം ഇന്ന് ലോകത്തുണ്ടോ? ഏതെങ്കിലും ജുമാ ഖുത്ബയിൽ ഹസൻ ഹുസൈനെ സ്മരിക്കാത്ത ഒരു ജുമഅയുണ്ടോ, ഒരു ദുആയുണ്ടോ? പ്രവാചകന്റെ പേരമകനെ, പൊന്നുമകനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് പോയിട്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പൊന്നുപ്പാ. ബഹുമാനപ്പെട്ട പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന പട്ടണത്തിന്റെ ഉമ്മറപ്പടിയിൽ പോയി നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുപ്പാ, ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഉപ്പ, അങ്ങ് മദീനയുടെ മിമ്പറിൽ നിന്ന് ഖുത്ബ പാരായണം ചെയ്തിട്ട് ഖുത്ബ പ്രഭാഷണം നടത്തിയപ്പോഴും ഞാനും എന്റെ സഹോദരനും ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് പള്ളിക്കകത്തേക്ക് കടന്നു വന്നപ്പോഴും ഞങ്ങളെ വേദനിപ്പിക്കാതെ മിമ്പറിന്റെ പടികളിൽ നിന്ന് താഴെ ഇറങ്ങി ഞങ്ങളെ
രണ്ടുപേരെയും എടുത്ത് ചുംബിച്ച് ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഞങ്ങളെ സന്തോഷിപ്പിച്ച എന്റെ പൊന്നുപ്പ, കൂഫയുടെ മക്കൾ ഈ ഹുസൈനെ വിളിക്കുന്നു ഉപ്പാ. ചതിക്കാനാണോ കൊല്ലാനാണോ എന്തിനാണ് എന്നറിയില്ല എന്റെ പൊന്നുപ്പ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകട്ടെ ഉപ്പാ, അവിടുത്തെ അനുവാദം ഞാൻ ആഗ്രഹിക്കുന്നു ഉപ്പാ. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു തളർന്നുപോയി, കേട്ട് തളർന്നുപോയി, കരഞ്ഞു തളർന്നുപോയി, ബോധരഹിതനായി. ബഹുമാനപ്പെട്ട പ്രവാചകനദാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുണർത്തിക്കൊണ്ട് സ്വപ്നത്തിൽ വന്ന് പറയുന്നു, മോനെ, എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നു മോനെ, തുറത്തി എന്റെ രക്തത്തിന്റെ അംശമേ, എന്റെ കരളിന്റെ കാതലേ, എന്റെ എല്ലാമായ മോനെ, കൂഫക്കാരുടെ വിളി നീ സ്വീകരിക്കണം മകനെ, കൂഫക്കാരുടെ വിളി നീ സ്വീകരിക്കണം മകനെ. പക്ഷേ ആ ഹുസൈനെ ഞാൻ കാണുന്നു മോനെ, ശുദ്ധജല തടാകത്തിന്റെ അരികത്ത് കിടന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നീ പിടഞ്ഞു മരിക്കുന്നത് ഈ പ്രവാചകൻ നിന്റെ പൊന്നുപ്പ കാണുന്നു മോനെ. പെട്ടെന്ന് ഞെട്ടി ഉണർന്നുപോയി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചുറപ്പിച്ചു, എന്റെ ഈ കുപ്പ എനിക്ക് അനുവാദം നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഇനിയും മറ്റു ചില ചർച്ചകളൊന്നുമില്ല. നേരെ പോയി കൂഫയിലേക്ക്. ചരിത്രമറിയാമല്ലോ. ഹുസൈൻ റളിയല്ലാഹു അൻഹു തല കൊയ്തെടുത്ത് അറുത്തുമാറ്റി കൊന്തത്തിൽ കൊണ്ട് ആനന്ദം കൊണ്ടില്ലേ യസീദിന്റെ അനുയായികൾ. സഹോദരാ, ലോകമെമ്പാടും ഹുസൈൻ റളിയല്ലാഹു അൻഹു വാഴ്ത്തുകയും പുകഴ്ത്തുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് കൂഫയുടെ മക്കൾക്ക് ഹിദായത്ത് അല്ലാഹു പ്രദാനം ചെയ്തില്ലേ? ഇറാഖിന്റെ മക്കൾക്ക് അല്ലാഹു പ്രദാനം ചെയ്തില്ലേ? ആ കൂഫയിലെയും ഇറാഖിലെയും ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിം സമുദായം ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം മയവിറക്കുന്നതെങ്കിൽ അതിനുള്ള കാരണം മഹദിയായ ഫാത്തിമയുടെയും മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ആദ്യ രാത്രിയിലത്തെ നേരം വെളുക്കുവോളമുള്ള നമസ്കാരത്തിന്റെ ദുആയാണ്. അതിനാ